ഹലോ ഗായ്സ്, എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാൻ കൊലായിലിരുന്ന് പഠിക്കുകയായിരുന്നു കേട്ടോ, എക്സാമൊക്കെ അടുത്തോണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ചേച്ചിമാർ വീടിൻ്റെ അയൽവാസികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പോകുന്നുണ്ട് മാങ്ങ പൊറുക്കാൻ, എന്നോടും പോരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിത്തമൊക്കെ അവിടെ വെച്ച് നമ്മൾ മാങ്ങ പൊറുക്കാൻ പോയി. കണ്ണനെ ഞാൻ ആദ്യം നടത്തിക്കാൻ നോക്കി, ആള് ഭയങ്കര അഭിനയമായിരുന്നു. അമ്മ മുള്ളു പറഞ്ഞു. പിന്നെ ഞാൻ അവനെ എടുത്ത് ഒക്കെ തെച്ചു. പിന്നെ ഈ വഴി കൂടെയൊക്കെ അവന് നടക്കാനും പ്രയാസമായിരിക്കും. സംഭവം ഞങ്ങളെ വീട് കിടക്കുന്നത് ഒരു മലയുടെ മുകളിലാണ് കേട്ടോ. നല്ല മലയാണ്, നല്ല രസമാണ് അവിടുത്തെ വ്യൂ ഒക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പറങ്കിമാങ്ങ എല്ലാം ഉണ്ട്. പിന്നെ ഈ മാങ്ങ ഇതിനു മുമ്പേ നമ്മൾ പോയി പൊറുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചിയും കുട്ടികൾ വന്ന ടൈമിലൊക്കെ. ഇപ്പോൾ പിന്നെ ഇവരുടെ ചേച്ചിയും കുട്ടികളൊക്കെ വന്നതുകൊണ്ട് നമുക്കിത് സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊണ്ടുവരും. അവിടെ കുറേ പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മൈൻഡ് റിലാക്സ് ആക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിരിക്കാം. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കുന്നത്. പിന്നെ ഞാനും ഏട്ടനൊക്കെ ഇടയ്ക്ക് പോയിരിക്കാറുണ്ട്. ഇത് മാവ് കേട്ടോ, നിങ്ങൾക്ക് മാങ്ങ കാണില്ല. പിന്നെ എനിക്ക് കിട്ടിയ മാങ്ങയൊക്കെ ഞാൻ കണ്ണനെ സമാധാനിപ്പിക്കാൻ അവനെ അവിടെ നിർത്താനും കൂടി വേണ്ടിയിട്ട് അവളുടെ കൈ കൊടുത്തു. അവൾ ക്യാച്ച് ചെയ്തില്ല ഗൈസ്. പിന്നെ എന്താ അറിയും, നമ്മൾ പുറമേന് വേണ്ടി അളക്കരുത് പറയുന്നതിന് ഒരു ഉദാഹരണമാണ് കേട്ടോ എനിക്കിപ്പോൾ ഈ കിട്ടിയ മാങ്ങ. ഈ മാങ്ങ നമ്മൾ കണ്ട നല്ല പോലെ ഇരിക്കും, പക്ഷേ പറ്റിച്ചു ഗൈസ്. പിന്നെ നമ്മൾ കുറേ എണ്ണം പൊറുക്കിട്ടോ. അവരൊക്കെ കവറൊക്കെ പിടിച്ചിരുന്നു. എൻ്റെ കയ്യിൽ അതൊന്നും ഞാൻ പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് വേഗം പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സ് ഉണ്ടല്ലോ ഗൈസ്. അപ്പം എന്നെപ്പോലെ മാങ്ങ പൊറുക്കുന്ന ഡ്രസ്സിലിട്ട് കൊണ്ടുവരുന്ന ടീംസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ളതും കൂടി കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി മാങ്ങ കഴിച്ചു. നമുക്ക് ജിമ്മല്ല ഗ്രൗണ്ടിൽ പോവാൻ. അവിടെയും ജിമ്മിൻ്റെ സെറ്റപ്പൊക്കെ തന്നെയാണ്. പോകാനുള്ള ടൈമായി. അപ്പോൾ ഞാൻ വേഗം ഓടി നടന്നു കേട്ടോ. നമ്മളെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചി എത്തുമ്പോഴത്തേക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് പോകുന്നത്. നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ നടക്കണമല്ലോ, അതൊരു എക്സസൈസ് ആക്കി എടുക്കാം. എങ്ങനെ നമ്മൾ നടന്നു റോട്ടുമ്മലൊക്കെ. ഒന്നാമത് ഞാനൊരു തൈറോയിഡ് പേഷ്യൻ്റ് ആയതുകൊണ്ട് തടി കുറയാൻ പാടാണ് ഗൈസ്. എൻ്റെ കഴുത്ത് ശ്രദ്ധിച്ചു. തടി കുറയുന്നതിനേക്കാളേറെ മെൻ്റൽ പീസ്, എനിക്കൊരു റിലാക്സേഷനാണ് കുട്ടിയെ നോക്കുന്നതിലൊക്കെ കഴിച്ച് ഒരു ആശ്വാസം കിട്ടാൻ ഒരു ബ്രേക്ക്. ഞാൻ എൻ്റെ സെൽഫ് കെയറിന് കൊടുക്കുന്നൊരു ബ്രേക്ക്. അതാണ് സത്യം പറഞ്ഞാൽ ഈ നടത്തട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് കുറേ നടക്കാനുണ്ട്. പിന്നെ ഗ്രൗണ്ടിലെത്തി തിരിച്ച് പോകുമ്പോഴാണ് ടാസ്ക് ഗൈസ്. നമ്മുടെ വീട് കിടക്കുന്നത് കുന്നിൻ്റെ മലേൻ്റെ മുകളിലാണ്, ഒരു കുന്നാണ് അവിടെ. അപ്പം അവിടേക്ക് 2 കയറ്റമൊക്കെ ഉണ്ട്. കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ നടക്കന്നെ ഗൈസ്. നോക്കാം എന്തെങ്കിലും കുറവുണ്ടോയെന്ന് അറിയാമല്ലോ. തൈറോയിഡും കുറയുന്നുണ്ട്, അതിനനുസരിച്ച് എനിക്ക് എൻ്റെ വെയിറ്റും കുറയ്ക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇതൊക്കെ നമ്മളെ പഞ്ചായത്തിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. എക്സസൈസ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഏകദേശം ഒരു 50 പ്രാവശ്യമൊക്കെ എടുക്കാറുള്ളൂ. അതിൽ കൂടുതൽ എടുത്താൽ എനിക്കും പേടിയാണ്. ഒന്നാമത്തെ നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ പെയിൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുട്ടികൾ നല്ല ഗ്രൗണ്ടിൽ കളിക്കുകയാണ് കേട്ടോ എല്ലാവരും, ഫുട്ബോളും. സൂര്യൻ അങ്ങ് വിട്ടു പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ സൂര്യനൊന്ന് ഒതുങ്ങിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് വിളക്കത്തിക്കാനൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ കയറിയാൽ മതി, വല്ലാണ്ട് ഇരുടാകാൻ നിൽക്കില്ല. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഒരു തണലത്തേക്ക് മാറി നിന്നതാണ് ഗൈസ്. വെയിലെന്ന് പറഞ്ഞാൽ വെയിൽ നല്ല വെളിച്ചമാണ്, ചൂടും ഉണ്ട്. ഇപ്പോൾ ഒതുങ്ങും കേട്ടോ, 5:30 ആകുമ്പോഴത്തേക്ക് ഒതുങ്ങും. നമ്മളിവിടെ നിന്ന് ഒരു 6:30-7 മണിയാകും പോകാൻ. ഇനി ഞാനൊരാളെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ കൂടെ നടക്കാനൊക്കെ ഒരാൾ വരാറുണ്ട്. അപ്പോൾ ചേച്ചീനെ വെയിറ്റ് ചെയ്യാണ്. ചേച്ചി അവിടെ നിന്ന് പോന്നിട്ടുള്ളൂ. ഇവിടെ അടുത്ത് തന്നെയാണ്, ചേച്ചിക്ക് അല്ലാണ്ട് ദൂരമല്ല. അപ്പം നമ്മൾ ഈ ഗ്രൗണ്ട് ഒരു 15 റൗണ്ട് നടക്കും. ഇപ്പം ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടോ. എന്തോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. നാളെയൊക്കെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ, പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നാളത്തെ പാടൊക്കെ എന്താണോ, നാളെയല്ല മറ്റന്നാളാണ് പരിപാടി. നാളെ എനിക്ക് എക്സാമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബിസി ആയിരിക്കും. നാളെ എക്സാം PSCൻ്റെ ഒരു എക്സാമാണ്. നമ്മൾ ആദ്യം ഒന്ന് പോയിട്ട് നോക്കട്ടെ എന്താ പരിപാടി PSC എന്നുള്ളത്. എനിക്കൊന്ന് ക്വസ്റ്റ്യനൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഒന്നൊരു അനലൈസ് ചെയ്യണം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഫീൽഡ് തിരഞ്ഞെടുക്കും. സത്യം പറഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂഷനിൽ എവിടേക്കാണ് ഇതിലേക്ക് കരിയറാണ് നോക്കേണ്ടതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും നോക്കണം. പിന്നെ സൺഡേ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. എനിക്ക് 3 പ്രോഗ്രാമുണ്ട്. രാത്രി ഫംഗ്ഷനൊക്കെ ആയതുകൊണ്ട് സൺഡേ നടക്കാൻ വരാൻ കഴിയില്ല. നാളെയും ഇനിയിപ്പോൾ PSC ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം വെച്ചിരിക്കുന്നത്. മഞ്ചേരി പറഞ്ഞൊരു സ്ഥലത്താണ്, നമ്മളവിടെ മലപ്പുറം ജില്ലേൻ്റെ മഞ്ചേരി പറഞ്ഞൊരു സ്ഥലത്താണ് എക്സാം ഉള്ളത്. അപ്പം അതിന് പോകണം. അത് പോയി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാനുള്ള ഇതുണ്ടാവില്ല. കാരണം 3:30 വരെ എക്സാമാണ്. 4-5 മണിയാവും വീട്ടിലെത്താൻ. പിന്നെ കഴിയുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ രാത്രിക്കത്തെ ഫുഡ് ഒഴിവാക്കിയിട്ടോ ഗൈസ്. രാവിലെ പിന്നെ ചായയുടെയൊക്കെ ഒരു കണക്കാണ്, എന്നാലും ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് പെട്ടെന്ന് അങ്ങ് കുറയ്ക്കാനും കഴിയില്ല. നമ്മളിങ്ങനെ കുറച്ചുകൊണ്ട് വരുന്നു.
പിന്നെ ഒരു ഡ്രിങ്ക് കുടിക്കും രാവിലെ. അതിൻ്റെയൊക്കെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആദ്യം ഞാൻ എൻ്റെ ഏൽക്കുമോ നോക്കട്ടെ ഗൈസ്, എന്നിട്ട് തീരുമാനിക്കാം നിങ്ങളെ പരീക്ഷിക്കണോ എന്നുള്ളത്. പിന്നെ ഞാൻ ഫേസിൽ മസാജ് ചെയ്യുന്നുണ്ട്. ഫേസിൻ്റെ ഒരു ഷേപ്പ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, നമുക്ക് ചീക്കൊക്കെ ഒന്ന് ഒരു ഇതായി കിട്ടിയിട്ടുണ്ട്. എനിക്കിത്ര ഇങ്ങനെയുള്ള കവിളില്ലായിരുന്നു. നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഒരു ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയാണ്, പക്ഷെ ആളെത്തിയിട്ടില്ല. ആൾ വരുന്നത് നോക്കി നിൽക്കുകയാണ് ഞാൻ. നമുക്ക് നോക്കാം. ഇപ്പോൾ വെയിൽ പോവും, എന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക്. വീട്ടിൽ ചെന്നാൽ പിന്നെ പണിയൊന്നുമില്ല. നമ്മൾ പഠിക്കാനുണ്ട്, പരീക്ഷയാണ് നെക്സ്റ്റ് മന്ത്. PG 4th സെം ആണ്. ഞാൻ ആളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി നമുക്ക് പിന്നെ വീട്ടിലേക്ക് പോകാനുള്ളതുകൊണ്ട് എനിക്കൊരു ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്യണം താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ആൾ വന്നിട്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഗൈസ് വേണ്ടി വന്നില്ല, ആൾ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇനി നമ്മൾ ഒന്നിച്ച് ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ ചേച്ചീൻ്റെ കുട്ടികളൊക്കെ ഉണ്ടോയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വിടാം. ഓക്കെ ബൈ ഗൈസ്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പോവാണ്. നമുക്ക് കണ്ടറിയാം കുറച്ച് ഇരുടൊക്കെ ആയിന്. ക്യാമറേൻ്റെ ക്വാളിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്നു. അപ്പം കൊയങ്ങി ഗൈസ്. ഇനി വീട്ടിലേക്ക് പോവാണ്. കുറേ നടക്കാനുണ്ട്. ഇറ്റ്സ് ഓക്കെ. വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും 7 മണിക്ക് ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. ഇന്ന് നമ്മൾ കുറേ സൈക്കിൾ ഓടിച്ചു, 15 റൗണ്ട് നടന്നു. പിന്നെ ഒരു വർക്കൗട്ട് ഒരു 50 ടൈംസ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറേ ഒന്നും സ്ട്രെയിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒന്നാമത് വീക്ക്നെസ്സാണ്. ഇതിൻ്റെ ഒന്നും കിടപ്പോഷങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യം അറിയാതെയാണ് ഇതിലൊക്കെ കയറുന്നത്. എങ്കിലും കുറേയൊക്കെ യൂട്യൂബും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അതത്ര പെർഫെക്റ്റ് ആവില്ല. നമ്മളൊരു ജിമ്മിലൊന്നും പോകുന്ന അത്ര കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി വീട്ടിൽ പോയി കുളിക്കണം. മിക്ക പരിപാടി ഉണ്ട്.